ഫ്രാങ്കിലണ്ണ ഒന്ന് പതുക്കെ പോയി ഇവിടെ ഷിൻജാനി നമ്മളിപ്പോ തന്നെ വഴി നമുക്ക് നേരത്തെ കാലത്ത് എത്തണം. ഷിൻജാനി ദീ ആ കാണുന്നില്ലേ വീട് ദീ അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഷിൻജാനി അതാണെന്ന് തോന്നണ്ട ഈ വീടിന്റെ ഓണർ. ഫ്രാങ്ക്ലിൻ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമല്ലോ. വിചാരിച്ചു ഇത്രയും വഴിയപ്പോ നിങ്ങൾ ഇനി നാളെ വരുള്ളൂ. ഞങ്ങള് വഴുകാൻ കാരണം ഈ കാറൊന്നും എടുക്കാൻ പോയി, അതാണ് പറ്റിയത്. നിങ്ങൾ കൊള്ളാലോ, വീട് വാങ്ങിച്ചപ്പോ തന്നെ കാറ് എല്ലാം ആയല്ലോ ഇപ്പൊ തന്നെ. പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി കാറുകൾ കളക്ട് ചെയ്യാണ്ട് അല്ലട ഷിൻജാനി. വീട് ചുറ്റിലും വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു മിഷൻ തരാം, കുറച്ചു നേരം സമയം എടുക്കുന്നു മാത്രം. കുറച്ചു നേരം എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ടൈം ആവരുത്. എനിക്കാണെങ്കിൽ ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണുന്ന ടൈം മതി. ഓക്കെ സാർ, നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ അകത്തേക്ക് കയറുക. ഇത് ലോകത്തിൽ തന്നെ എക്സ്പെൻസീവ് ആയ ഒരു വീടാണ്. പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടിയ വീടുണ്ട്, അത് നിങ്ങൾക്ക് അടുത്ത ലെവലിൽ ഞാൻ തരാം. ഇതാരോടെ ഞാൻ പറയുന്നേ, ഇവന്മാരെന്താടാ അവിടെ നിൽക്കുന്നേ? ഹലോ സാർ, ഇവിടേക്ക് വരുന്നില്ലേ? വീട് കാണായിരുന്നു. ഈ വീട്ടിലെ ടൈല് കൊള്ളാലോ, ചവിട്ടുമ്പോ തന്നെ തെന്നി പോകുന്നു. സാർ പറഞ്ഞത് ഇവിടത്തെ ഇറ്റാലിയൻ ടൈലുകളൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വേഗം കയറി വരികയായിരുന്നെങ്കിൽ. ഇവര് വരുന്നില്ലേ? സാർ എവിടെ? യുവന്മാരെന്താടാ അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ ടൈൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീട് കാണാൻ താല്പര്യമില്ലാന്ന്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കാറ് ഞാൻ അന്നാന്ന് കാറ് കയറ്റിടാൻ വേണ്ടിയിട്ടുള്ള ഷോറൂമും കാര്യങ്ങളൊക്കെ അതാണ്. ഇവിടെ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തിടാം. പിന്നെ അപ്പുറത്തെ വഴി നിങ്ങൾക്ക് എൻട്രൻസ് ഉണ്ട്, ആ ഡോർ വഴി നിങ്ങൾക്ക് അകത്തേക്കും കയറാം. ഇതൊക്കെ ഞാൻ ആരോടാടാ പറയുന്നത്? യുവന്മാരവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. കാറ് കൊള്ളാലോ, ഞാനൊരു കാര്യം ചെയ്യാം, ഈ കാർ ഞാൻ കാർ പോർച്ചിലേക്ക് ഇടാം. നിങ്ങൾ ആ ബാക്ക് പറഞ്ഞു കാട്ടി. പോരട്ടെ. എടോ ബാക്കിലേക്ക് പോരട്ടെ. സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട്, കാറ് കൊള്ളാം. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വേഗം തന്നെ വരാം. നിങ്ങൾക്കുള്ള ആ ചലഞ്ച് നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇവിടെ മൊത്തം ചുറ്റി കറങ്ങിയൊന്ന് കാണ്. എന്നിട്ടൊന്ന് ഫ്രഷ് ആകും. ഞാൻ അപ്പത്തേക്ക് എത്തും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ. ഓക്കെ, എന്നാ ഞങ്ങളന്നാ ഇവിടെ മൊത്തം ചുറ്റി ഒന്ന് കാണട്ടെ. നിങ്ങളന്നാ പോയിട്ട് വേഗം വാ. ഇനിയൊരു സംശയം, ഞങ്ങൾക്ക് ഏതൊക്കെ കാറുകളായിരിക്കും ഈ മിഷൻ ചെയ്തതിനെ കിട്ടാൻ പോവാ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, അതൊക്കെ സർപ്രൈസ് ആണ്. നിങ്ങൾ എന്തായാലും ഇവിടെ ചുറ്റിനും മൊത്തം കാണ്. ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടൊന്ന് വരാം. ഞാൻ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിയുമ്പോ ഇതിനേക്കാൾ വലിയ വീടായിരിക്കും കിട്ടാൻ പോകുന്നത്, അതും ലക്ഷറി. എന്താടാ ലക്ഷറിയാ? എന്നാ ഇത് മാറ്റിയിട്ട് അത് തന്നാ. അങ്ങനെ പറ്റില്ല, ഓരോ ലെവല് കഴിയുമ്പോ ഓരോ വീട്ടിലേക്ക് നിങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് കൊള്ളാലോ ഷിൻജാനി. നമ്മുടെ ഒരു ഭാഗ്യം. ഞങ്ങൾക്ക് വേഗം തന്നെ മിഷൻസ് ലെവൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ്. വേഗം തന്നെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേഗം തന്നെ അടുത്ത വീട്ടിലേക്ക് പോകാലോ. നിങ്ങൾ വിചാരിക്കുന്ന തൊട്ടല്ല, ചിലപ്പോ ആദ്യത്തെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നാം, പക്ഷെ ബാക്കിയുള്ളത് അത് വളരെ വളരെ ഡേഞ്ചറും പിന്നെ ഇതുവരെയായിട്ട് ആരും ചെയ്തിട്ട് ജയിക്കാത്ത ടാസ്ക് കൂടിയാണ്. നിങ്ങളിവിടെ ചുറ്റിക്കറിയും കാണും, അപ്പത്തേക്ക് ഞാൻ വരാം. അങ്ങനെ ആളും പോയി. വാടാ ഷിൻജാനെ, നമുക്ക് ആ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറിയും കാണാം. എടാ ഷിൻജാനെ മതിടാ. എൻ്റെ പൊന്നോ, എത്ര നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ വീട് കിട്ടണമെന്ന്. നമുക്കെന്തായാലും ഒരു പൊളി പൊളിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത മിഷൻസ് ഒന്നുമില്ലാന്ന് ആൾക്കറിയില്ലല്ലോ. അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ലക്ഷറി ആയിരിക്കും. അങ്ങനെ ലെവല് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ നമ്മളൊരു കോടീശ്വരൻ അവിടെ ഷിൻജാനെ. വേഗം വാടാ. ഇവനെന്താ പറയുക, അവിടെ തന്നെ വട്ടം കറിക്കൊണ്ടിരിക്കുന്നത്. ഇവനെന്താ പറ്റി? അത് ശരി, നീ ഇത്ര പെടുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറിയാ? എടാ ഷിൻജാനെ, ഇയാൾ കൊള്ളാലോടാ. വാ, നമുക്കെന്തായാലും ഇവിടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ബാക്കി പരിപാടി വെക്കാം. ഇവിടെയാണെങ്കിൽ ഇത് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ, കൊള്ളാലോടെ ഷിൻജാനി. സ്വിമ്മിംഗ് പൂള് ഇവിടെ ഷവറും ഉണ്ടാവോ? എൻ്റെ ഫേവറേറ്റ് ഷവർ. ഇത് കൊള്ളാം. ഈ കുറച്ചു നേരം ഇതിന്റെ അടിയിൽ പോയിരിക്കാം. ഇത്രയും വലിയ സ്വിമ്മിംഗ് പൂളിനായിട്ട് ഷവറിനകത്താണ് കുളിക്കുന്നത്. എടാ ഷിൻജാനി, എനിക്ക് വെള്ളം പേടിയാന്ന് അറിയാൻ പാടില്ലേ? ഞാൻ ഇങ്ങാനും വെള്ളത്തിൽ കയറി ചാടിക്കഴിഞ്ഞാ ഞാൻ വെള്ളത്തിൽ കയറി മുങ്ങിച്ചാ. എടാ ഷിൻജാനി, നീ വേറെ ഷവർ എടുക്കടാ, ഇതും എനിക്ക് വേണ്ടേ? അത് എനിക്ക് സെപ്പറേറ്റ് വേറെ റൂം ഉണ്ടാവും. എന്തായാലും കഴിഞ്ഞു. പോവാം. ഇത് കൊള്ളാലോ, ഓട്ടോമാറ്റിക്കൽ ഡോർ. ഇത് നമുക്ക് ആ ഫ്രണ്ടിലെ ഡോർമേ വെക്കണം. അല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തായാലും അടുത്ത നെക്സ്റ്റ് ലെവലിലേക്കുള്ള മിഷൻ നമുക്ക് കണ്ടെത്തി അത് നമുക്ക് ടാസ്ക് ചെയ്ത് നമുക്കൊരു ലക്ഷറി ഇതിലേക്ക് പോവാം. എൻ്റെ പൊന്നോ, ഇത് എന്ത് വലിയ ടി വിയാണ്. ഇത് കൊള്ളാല, സെറ്റിങ് കാര്യങ്ങളൊക്കെ കലക്കി. നമ്മുടെ ആണെങ്കിൽ ഉള്ളിൽ തന്നെ ഒരു കടയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇവിടെയാന്ന് തോന്നുന്നു. ദേടാ ഷിൻജാനി, ബർഗറും ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനി വരുമ്പോൾ ഇവിടുന്ന് കഴിച്ചാൽ മതി. ഇത് കൊള്ളാം. ബാത്റൂമും കലക്കി. അടിപൊളി. എന്നെ കാണാൻ സുന്ദരനായിട്ടുണ്ട്. വാടാ ഷിൻജാനി, പോവാം. ഇവിടെ എന്തായാലും കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് നോക്കാം.
ഓ അടിപൊളി അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇവിടെ ഉണ്ട് TV, അതും ചിഞ്ചനെ വേ ഓടി വന്നേടാ. അതീ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ദേ കായലൊക്കെ അടിപൊളി. ഓ ഇത് കൊള്ളാല. ഫ്രണ്ടിൽ ഈ ബോട്ടൊക്കെ വന്ന് കിടക്കുന്നടാ ചിഞ്ചാനി. ദേ സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇതും കൊള്ളാം. ദേ ആ ബോട്ടിൽ കയറി നമുക്ക് അപ്പുറം പോവായിരുന്നു. ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകാനാണ്? അവിടേക്ക് വെള്ളത്തിൽ ചാടാനാണ് എനിക്ക് പേടിയായിട്ടും പാടില്ല. ഓ ചിഞ്ചാന്തി വെള്ളത്തിൽ കയറി അവൻ കുളിച്ചിറങ്ങി. എടാ ഭയങ്കര. നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം. ഇവനെന്താടാ അവിടെ ചെയ്യുന്നേ? ഇവനെന്തോ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആഹാ കൊള്ളാലോ. ഇവിടെ തന്നെ നമുക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കലക്കി. നമ്മുടെ വീട്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്യേണ്ടിയായിരുന്നു. നമുക്കൊന്ന് ഈ വീട് ഫുള്ളും ചുറ്റിക്കറങ്ങി കാണണം. ഓ ദേ ഇവിടെ സ്റ്റെയറൊക്കെ ഉണ്ടായോ? ദേ ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ എവിടെ കയറി ചെല്ലും? ഇവിടെയാണോ ബെഡ്റൂം? ആഹാ ഇതെന്താടാ ഇവിടെ കൊണ്ടു വെച്ചേക്കുന്നത്? കൊള്ളാലോടെ ശിഞ്ചാന്. ഇത് സൂപ്പർ ബെഡ്റൂമൊക്കെയാണ് നമ്മുടെ കൂടെ തന്നേക്കുന്നത്. ആഹാ ഇത് നമ്മുടെ അതേപോലെ തന്നെ ബെഡ്റൂം. കൊള്ളാം. ആഹാ കിടക്കുമ്പം തന്നെ ഉറക്കം വരുന്നു. ഇവിടെ നേരം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് കുറച്ച് മേടിച്ച് നമുക്ക് അങ്ങനെ ഈ ഡ്രസ്സൊക്കെ മാറാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയാണെങ്കിൽ നമുക്കുള്ള കോട്ടും സൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഒരു സാധാ ഒരു ഡ്രസ്സ് പിടിക്കാം. ഓക്കെ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ആരൊക്കെയോ നമ്മുടെ അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ കായലിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെയാണ്. നമുക്കെന്തായാലും താഴെ പോയിട്ട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഒന്ന് ജസ്റ്റ് പോയോ. ഓ അടിപൊളി കിടക്കാച്ച സ്ഥലമൊക്കെയാണ്. നമുക്കെന്തായാലും ഇവിടെ ബോട്ട് കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പുറം കാണുന്നില്ലേ? ഓക്കെ സ്പീഡ് ബോട്ടും ഹെലികോപ്റ്ററാണ് നമുക്ക് തന്നേക്കുന്നത്. ആഹാ ഇത് നമുക്ക് ഓടിക്കാനൊന്നും അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് സ്പീഡ് ബോട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. ഇതിനു മുമ്പ് നമ്മളൊരു ഹെലികോപ്റ്റർ ഓടിച്ചതിന് മതിയായിട്ടില്ല. ഓ എൻ്റെ പൊന്നു ഇതെന്താടാ ഈ ബോട്ടിന് സ്പീഡ് ബോട്ടിന് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടല്ലോ. ഇത് ലംബോർഗിനിയുടെ സ്പീഡ് ബോട്ടായിരുന്നു. കൊള്ളാലോടാ. ഇത് കലക്കിട ഷിൻജാനി ഇത് ലംബോർഗിനിയുടെ സ്റ്റിയറിംഗ് ഉള്ള സ്പീഡ് ബോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കലക്കിണ്ട്. ഓ ഫ്രണ്ടൊക്കെ പൊളി സൂപ്പർ. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ആ ഫ്രണ്ടിൽ ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഇടയിൽ ഷിൻജാൻ എങ്ങടാടാ പോയത്? ഷിൻജാൻ എന്തി? എടാ ഷിൻജാനി ഇവനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഇവനെങ്ങോട്ടാ പോയത്? എടാ ഷിൻജാനി എടാ ഇവിടെ കാണലാട്ടാ. കായലിലേക്ക് എങ്ങാനും പോയാ? നമ്മളങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറാണ്. ഇതെന്താടാ പുതിയ കാറൊക്കെ വന്നിറക്കുന്നത്? വിൻറ്റേജ് മോഡൽ വണ്ടി. ആഹാ കൊള്ളാല. നമ്മുടെ അവിടെ ഒരു പഴയ ബെൻസ്, പിന്നെ മിനി കൂപ്പർ. ഇതാ കാറ്. ഇതെങ്ങനെയുണ്ട്? കൊള്ളാലി. സൂപ്പർ വണ്ടികളൊക്കെയാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് ഒപ്പിച്ച്. ബുക്കാട്ടി, പിന്നെ റോൾസ് റോയ്സ്, പിന്നെ കിയയുടെ വണ്ടികൾ. ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ലെവലിൽ കിട്ടാൻ പോകുന്ന കാറുകളൊക്കെ. കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴാണ് സൂപ്പർ കാർസും പിന്നെ ലക്ഷറി കാർസും കിട്ടുന്നത്. അത് മതി ഇതന്നെ ധാരാളം. പക്ഷേ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ലക്ഷറി കാറൊക്കെ കിട്ടണോട്ടോ. സൂപ്പർ കാർസും സ്പോർട്സ് കാറൊക്കെ കിട്ടുമായിരിക്കണം. സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ജെറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഏത് ലെവൽ വരെയും പോകണം? ഫ്രാങ്ക്ലിനി അതിന് കുറച്ചും കൂടി ലെവലൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആദ്യം നിങ്ങൾ ഇത് പോയി കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇതിന്ന് ഒറ്റ കാറും കിട്ടില്ല. നിങ്ങൾക്ക് ആകെ മൊത്തം 25 മിനിറ്റ് ആണുള്ളത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തണം. 25 മിനിറ്റ്? 25 മിനിറ്റ് കൂടി ഞാൻ എന്ത് ചെയ്യാനാണ്? അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഷിൻജാനും ഡ്രസ്സ് മാറിയ സ്ഥലമില്ലേ, അവിടെ ഒരു ബാഗ് ഉണ്ട്. അതിനകത്താണ് നിങ്ങൾക്കുള്ള ഡ്രസ്സ്. ഞാൻ എന്തായാലും പോയിട്ട് ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുമ്പോ ഈ കാറ് മൊത്തം എനിക്ക് കിട്ടൂലേ? ആഹാ കൊള്ളാം. ഞാൻ എന്തായാലും പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ഗൈസ് അങ്ങനെ നമ്മളിത് ഈ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ആ മിഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മുടെ ഷിൻജാനും ഉണ്ട്. നമ്മളാണെങ്കിൽ ഈ വണ്ടിയിലാണ് പോകാൻ പറഞ്ഞേക്കുന്നത്. ഇത് ബാങ്കിലെ ക്യാഷ് നമ്മൾ കൃത്യമായിട്ട് അവിടെ കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വേണമെങ്കിലും വരാം. പക്ഷെ നമ്മൾ എന്ത് ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ മിസ്സാവരുത്. മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഈ വീടും പോവും, ആ കാറുകളും കിട്ടൂല. നമ്മൾ പഴയതുപോലെ തന്നെയാവും.
പിന്നെ നമുക്ക് ഇവിടം വരെ എത്തണമെങ്കിൽ കുറെ ടാസ്കുകൾ വേറെ ചെയ്യേണ്ടി വരും. നമുക്ക് ഇതെങ്ങനെ ചെയ്ത് തീർക്കണം. അതായത് ഇത് വെച്ച് പോയി നോക്കാം. ഇവിടെ അടുത്തായിരുന്നു ആ ബാങ്ക് എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ബാങ്കിൽ പോയി നമുക്ക് ആ പൈസ മൊത്തം കളക്ട് ചെയ്ത് അത് തിരിച്ച് വേറെ ബാങ്കിൽ കൊണ്ടുപോയി എത്തിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. നമുക്കാണെങ്കിൽ നമ്മളങ്ങനെ ബാങ്കിൽ എത്തിക്കഴിഞ്ഞു. ഈ ബാങ്കിലാണെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും ഇനി കയറി നോക്കാം. ഇവിടെ എവിടെയോ ആളുണ്ടാവുമായിരിക്കും ഇതിൻ്റെ. ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. ഹലോ, ഇതെന്താടാ ഞായറാഴ്ചയാണ് പക്ഷെ തുറന്നൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇതെന്താടാ മൊത്തത്തിലൊരു വശവശക്ക്. ഇവിടെ എന്തോ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടല്ലോ. ഇവിടെ ചുറ്റിനും അതിലും മതി ബുള്ളറ്റ് കൊണ്ട പാടുകൾ. ഇതാരും കുത്തിപ്പൊളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഫൈറ്റൊക്കെ നടന്നത്. പൈസ മൊത്തം അടിച്ചെടുത്തുകൊണ്ട് പോയേക്കാണ്. ലോക്കർ പക്ഷെ ഇപ്പോഴും പൂട്ടിയിട്ടേക്കാ. അപ്പോഴേക്ക് തോന്നുന്നത് ഇവര് വന്നിട്ട് ഈ വഴി പോയിന്നാണ്. ഇനി നമ്മുടെ തലയിലാവോ ഇത്? ഇവിടത്തെ സ്റ്റാഫിനെ ആരെയും കാണുന്നില്ലല്ലോ. നമ്മുടെ ആ ബോസിനൊന്ന് വിളിച്ചോക്കട്ടെ. ഹലോ, ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇത് ഇവിടെ പോസ്റ്റാണ്. എന്ത് ചെയ്യണം? ഞാൻ പറയാൻ മറന്നുപോയി. അവിടത്തെ പൈസ മൊത്തം ഒരു മാഫിയക്കാർ അടിച്ചെടുത്തോണ്ട് പോയി. നിങ്ങളത് എങ്ങനെയെങ്കിലും എത്തിച്ചേരണം. ഞങ്ങൾ എത്തിച്ചേരാനാ? ഞങ്ങൾക്ക് ആകെ ഈ പൈസ എടുത്തുകൊണ്ട് വരാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇനി ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് വരുന്നു. എൻ്റെ പൊന്നു. ഓക്കെ, ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ഇവന്മാര്. ഇനി നമുക്കൊന്ന് പോയി നോക്കാം. ഇനി എവിടെ പോയി തപ്പാനാണ് ഇവന്മാരെ? ട്രാക്ക് ചെയ്യാൻ പറ്റണമെങ്കിലും വേറെ ലൊക്കേഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഉള്ള ലൊക്കേഷൻ വെച്ച് എവിടെ ഈ വഴി പോയി എന്നാണ് കാണിക്കുന്നത്. ഈ വഴി കൂടെ തന്നെയല്ലേ? അതെ, ഈ വഴി തന്നെയാണ്. ഈ പാലം കയറി ഇതിൽ കൂടെ ഇത് പറഞ്ഞ് ഒരു വല്ലാത്തൊരു സ്ഥലത്തായാലും എത്തിയത്. ഇവിടെ മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കാറുകളിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ടല്ലോ. ആൾക്കാരാണെങ്കിൽ ഈ വീണ് കിടക്കുന്നു. എന്താണ് സംഭവം ഇത്? ഇവിടെ തന്നെയാണല്ലോ ലൊക്കേഷൻ കാണിക്കുന്നത്. യുവമാരെല്ലാരും മടിയായ എൻ്റെ പൊന്നു. യുവമാരെ വെട്ടിച്ച് ആരും പൈസ കടത്തിക്കൊണ്ട് പോയെന്നാ തോന്നുന്നു. എൻ്റെ പൊന്നു ഗൈസ്, പണിപ്പാളി. നമ്മളിവിടെ വരെ വന്നത് വെറുതെ തോന്നുന്നത്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ചത്ത് വീണിട്ടുണ്ട്. മിക്കവാറും ഈ മാഫിയയുടെ ആൾക്കാരായിരിക്കും. ഒരുത്തും ചത്തിട്ടില്ല. എവിടെയാടാ എൻ്റെ കാശ്? എവിടെയാടാ? പറയടാ. ഇവനെന്താ പറയാത്ത? ഇവൻ ചത്ത. അടിപൊളി. ഇവന് കുറച്ച് ജീവനുണ്ടായി. നമ്മളടിച്ച് അവൻ്റെ ഫുള്ള് ജീവനും പോയി. ഇവിടെ ഒരു തോക്ക് കിടക്കുന്നു. ഇത് വെച്ചിട്ട് ഇവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. എവിടേക്കാണ് ഞങ്ങളുടെ പൈസ കൊണ്ടുപോയത്? ആ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് പോയത്? പറയത്തില്ല. അറിയില്ലെങ്കിൽ ഇന്നാ പിടിച്ചോ. ഇനി എന്നോടോ? അയ്യോ, ഇവൻ തീർന്നല്ലോ. ഇനി എന്ത് ചെയ്യും? ഇവിടെ വല്ലതും കിടക്കുന്നുണ്ടോ നോക്കട്ടെ. ഇവിടെയാണെങ്കിൽ ഒരാളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ എവിടെയാണ് ഇവൻ? കിടക്കണവൻ. എടാ കിടക്കായിരുന്ന എൻ്റെ പൈസ അടിച്ചെടുത്തിട്ട് പോയിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന. നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ആദ്യം തന്നെ പൈസ എടുക്കട്ടെ. ഓക്കെ, പൈസ കളക്ട് ചെയ്ത് ഇവനെന്തായാലും തീർത്തേക്കാം. ഇവൻ്റെ ഗ്യാങ് വന്നാലേക്ക് നമ്മളെ തീർക്കും. ഇവൻ നമ്മൾ തീർക്കണേക്കുമ്പോൾ തീർന്നെങ്കിലും നമ്മളെന്തായാലും വെടി വെച്ചിട്ടുണ്ട്. വളരെ ശരിയാനെ ഇവിടുന്ന് വേഗം തന്നെ എസ്കേപ്പ് ആവണം. ഇവൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ തീർക്കാൻ എന്തായാലും വരും. ഇവനെന്തായാലും ഇപ്പം തന്നെ വിളിച്ചിട്ടുണ്ടാവും. ഇവന്മാർ തമ്മിലുള്ള ഒരു സംഘർഷം കാരണം ഇപ്പം എല്ലാവരും ചത്തൊടുങ്ങിയേക്കാണ്. പക്ഷേ ഇവൻ വിളിച്ചു വരുത്തിയ അവന്മാർ നമ്മളെന്തായാലും കൊല്ലാതെ പോവില്ല. അതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് വേഗം തന്നെ ബാങ്കിലെത്തി. നമ്മുടെ വണ്ടിയിൽ തന്നെ വേഗം തന്നെ കയറി പോകണം. ഞാനേ ഈ വണ്ടി എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ നമ്മുടെ വണ്ടി ഇത് തന്നെ സേഫായിട്ട് പോകുന്നത് നല്ലത്. യുവമാരുടെ വണ്ടി ആകുമ്പോൾ ചിലപ്പോൾ ട്രാക്ക് ചെയ്ത് വന്നാലോ അത് കുറച്ച് ടാസ്ക് ആയിരിക്കും. ഏടാ ഷിൻജാനി ഒന്ന് അനങ്ങി വാടാ. ശരിയടാ ഷിൻജാനെ, ശരി. നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോവാം. ഈ വണ്ടിക്കാണെങ്കിൽ കുറച്ചുകൂടി പവർ കൂടിയാ. എന്താടാ ഇത്? കൊള്ളാം. നമുക്കെന്തായാലും ഈ സാധനം കിട്ടിയത് നന്നായി. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ആ വീടും കാറും മൊത്തം പോയേന്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വേഗം തന്നെ രക്ഷപ്പെടണം. ഏത് വഴി പോയാലായിരിക്കും അവന്മാരുടെ നിന്ന് രക്ഷപ്പെടാൻ ചാൻസ് കൂടുതൽ. ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടെങ്കിൽ നമ്മുടെ വീടും കാറൊക്കെ പോവും. അത് പറ്റില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ലെവലിലേക്ക് പോകാനുള്ളതാ. ഇതെങ്ങനെ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റണം. ഈ വഴി പോകുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് എന്ന് തോന്നുന്നു. മറ്റേ വഴി എന്തായാലും നമ്മൾ വന്ന വഴിയല്ലേ. അവന്മാർ ചിലപ്പോൾ ഇനി ആ വഴി എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതെന്താണ്? നമ്മുടെ പുറകെ ആളുണ്ടെന്ന്. എൻ്റെ പൊന്നോ, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ടോ? എടാ ഷിൻജാനെ പണി പാളി.
ഇത്രയും നേരം വിചാരിച്ചത് അവന്മാർ ആ വഴി വരുന്ന യുവമാര് നമ്മുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ഇങ്ങനെ ഈ കാറിനെ പോയി അവരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ ഇനി മാറാൻ നോക്കാം. അവരാണെങ്കിൽ നമ്മുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. മിക്കവാറും നമ്മളെ പിടിക്കുന്ന എങ്ങനെ ഇങ്ങനെ വെടിവെച്ചിടാൻ പറ്റുമോ നോക്കണ്ടേ. അവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തോക്ക് നമ്മുടെ നിക്കടാ അവിടെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ പൈസ താടാ. നിന്നെ കലിക്ക് ഇപ്പൊ തന്നെ ഞങ്ങൾ തീർത്ത് കളയും ബോസ്. നമ്മുടെ ആൾക്കാരൊക്കെ തീർത്ത് അവന്മാരെ കിട്ടിയിട്ടുണ്ട്. അവന്മാരത് ആ ട്രക്കിൽ നമ്മുടെ പൈസ എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുക. അവന്മാരത് എന്റെ കൂടെ ഉള്ളവനെയും തീർത്ത് കളഞ്ഞു. ഞാനെന്തായാലും അവനെ പിടിച്ചിട്ട് വരാം. ഞങ്ങളല്ലേ അവന്മാരെ തീർത്തത്. നീയൊക്കെ എന്തോരം ദൂരം പോകുന്നു കാണണം. നിന്റെ വണ്ടിനെ കത്തിക്കൂടാ. എടാ വേഗം തന്നെ അവന്മാരെ പിടിക്കും. അവരെന്തായാലും നമ്മളെ വെറുതെ വിടുന്നു എന്നുള്ള. നമുക്കെന്തായാലും ഈ പോലീസ് സ്റ്റേഷനാണിത്. ഓക്കെ, ഇവിടെ എന്തായാലും പോലീസുകാരും കാണുന്നില്ലല്ലോ. എൻ്റെ പൊന്നോ, നമ്മുടെ പെട്ടു. യുവമാരെ ഇങ്ങനെ നമുക്ക് തീർക്കാം. ഒരാളും കൂടി ഉള്ള ആ കാറിൽ അവനെന്തി ഓക്കെ അവനെ തീർത്തു. എൻ്റെ പൊന്നോ, മറ്റവൻ തീർന്നല്ലേ. അടിപൊളി. ഇതാരാടാ വേറെ വെടി തന്നെ. ഇവിടുന്ന് വെടി വെക്കണ്ടായവൻ. വേറെ വണ്ടിയിൽ നിന്ന് നമ്മളെ തീർക്കാൻ വേണ്ടി വേറെ ടീമും കൂടി വന്നതാണ്. ഇവൻ ഏതാടാ ഇവൻ ഇതിനു മുമ്പ് കണ്ടില്ലല്ലോ. ഇവന്മാരുടെ സെയിം വണ്ടിയായിരുന്നു. നമ്മുടെ തൊട്ട് പുറകിട്ടായിരുന്നു വണ്ടിയായിരുന്നു തോന്നുന്നു. ഇവന്മാര് രണ്ടുപേരുണ്ടായ ഒരുത്തനെ തീർത്തു. മറ്റവനാണെങ്കിൽ അവിടെ മാറി നിശ്ചയ അവനെ ഇവിടെ തീർത്തെടുത്തെങ്കിൽ നമുക്ക് എത്രയും പെടുത്ത് ഇവിടുന്ന് മാറണം. അല്ലെങ്കിൽ അടുത്ത ടീം വരും. കാര്യം ചെയ്യാം, യുവമാരെ ഇങ്ങനെ നമുക്ക് ഒളിച്ചെന്ന് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അവനാണെങ്കിൽ വെടിവെക്കുമ്പോഴൊക്കെ മാറിക്കളയുന്നു. ഭാഗ്യം അവനെ തീർത്തു. നമ്മുടെ പോലീസ് സ്റ്റേഷന് മുന്നിലിട്ടാ തീർത്തത്. യുവമാരെന്താടാ ഉറങ്ങാണോ? ഓക്കേ, അവൻ അങ്ങനെ തീർന്നിരിക്കുന്നു. നമുക്ക് എത്രയും പെടുത്ത എസ്കേപ്പ് ആടാ ചിഞ്ചാനെ. അല്ലെങ്കിൽ ഇപ്പം തന്നെ പോലീസ് കേസാവും. എന്താ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എടാ ചിഞ്ചാനെ വേഗം വാടാ. ചിഞ്ചാനെ വേഗം തന്നെ വാടാ. നമുക്ക് അധികം തന്നെ സമയമല്ല. ഇനി ആകെ 2-3 മിനിറ്റേ ഉള്ളൂ. അതിനു മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം അറിയാലോ. വീടും കാറും മൊത്തം നമ്മളെ പോവും. അത് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കണം. അടുത്ത ലെവലിലേക്ക് പോകാനുള്ളതാ. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ലെവലിൽ ചോദിച്ച് നമുക്ക് അടുത്ത ലക്ഷറി ലൈഫിലേക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ മുങ്ങണം. ഇവിടെ നിന്ന് പോകാനാണ് ഇനി പാടെന്ന് തോന്നുന്നു. ഇവനാണെങ്കിൽ ആ വണ്ടി അവിടെ കൊണ്ടുവന്നിട്ടേക്കെന്ന് അറിവുണ്ട്. പാടി അവൻ്റെ വണ്ടിയിലാണെങ്കിൽ പുകയൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ തീയും പുകയൊക്കെ വരുമെന്തോ. നമ്മുടെ വണ്ടിയുടെ ടയർ പോകുന്നു വിചാരിച്ചത്. ഭാഗ്യത്തിന് ടയറിനൊന്നും പറ്റിയില്ല. ടയറിനെങ്ങാനും അവർ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായേനെ. ഇവിടെ നിന്ന് ഏത് വണ്ടി എടുത്ത് പോകാനാണ്? നമുക്കടി ഈ സ്ഥലത്ത് ഒരാളെ പോലും പരിചയമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ആ സ്ഥലത്ത് എത്തിച്ചേരാറായി. നമ്മളാ കാറ് കൊണ്ടുപോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ബാങ്കിലേക്കല്ല ആദ്യം ചെല്ലണ്ടേ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ബാങ്കിൽ പോയി ഈ പൈസ സേഫായിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായാൽ പിന്നെ അതും പണിയാവും. ഇനി ആരും വരാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എത്തണം. നമ്മുടെ വീടെത്തിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അതെ, നമുക്ക് കുറച്ചും കൂടി ദൂരം പോയാലാണ് ബാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൈസയും കൊടുത്ത് വേഗം തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ ബാങ്ക് കാണുന്നതല്ലേ. യെസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ എത്തിച്ചേർന്നേക്കാണ് ഗൈസ്. എങ്ങനെ നമ്മുടെ കാറ്റ് പോയി. നമ്മുടെ ടയറിനെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് പിടിച്ചതിൻ്റെ പാടായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മുടെ ടയർ ഡാമേജ് ആയി. നമ്മുടെ പൈസ കൊണ്ടുവന്ന കാര്യം മാനേജറും ഇവിടുത്തെ പോലീസുകാരനും അറിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. സാറേ, നിങ്ങളുടെ പൈസ ഇതിനെ സേഫാക്കി ഈ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടണമനുസരിച്ച് വേഗം തന്നെ എടുത്ത് നിങ്ങളുടെ ബാഗിൽ തന്നെ എടുത്ത് വെച്ചോ. ഞങ്ങളിനി എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല. ഞങ്ങൾക്കിനി അടുത്ത ലെവലിലേക്ക് പോകാനുള്ളതാ. അപ്പോൾ എന്തായാലും ശരി. അയ്യോ, പോലീസുകാരൻ നമ്മളെ പിടിക്കാനാണോ? അല്ല, പോലീസ് വണ്ടി വന്നെ കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു. ഓക്കെ, അങ്ങനെ നമുക്കിനി ഇവിടുന്ന് പോവാം. ഒരു നിമിഷം, നിങ്ങൾ ഈ ബാങ്കിന്റെ സ്വത്താണ് നിങ്ങൾ എത്തിച്ചത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ്. ഇതൊന്നും വേണ്ടായിരുന്നു. ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ചെയ്തത്. പിന്നെ നിങ്ങളെന്തായാലും തരുന്നല്ലേ. എവിടെയാണ് നമ്മുടെ ഗിഫ്റ്റ്? എങ്കിലും വേറെ എങ്ങോട്ടും പോകുന്നുണ്ടോ? നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബൈക്കാണ്. ഫ്രാങ്ക്ലിൻ, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ സ്കൂട്ടറാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. എന്താടാ സ്കൂട്ടറാ? ഞാൻ കുറച്ച് എക്സ്പെക്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. കുഴപ്പമില്ല, പോട്ടെ. നമുക്കെന്തായാലും സ്കൂട്ടർ ഷിഞ്ചാനെ വേഗം പോവാടാ. ഇവരെ നോക്കിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ കാറും ബൈക്കൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ശരിയെന്നാ, ഞങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ളതാ. ഇനി ഞങ്ങൾക്ക് കാണുമെന്നൊന്നും അറിയാൻ പാടില്ല. ഇനി കാണണ്ട വന്നാൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. നമ്മളങ്ങനെ അവിടെ നിന്ന് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ചു പോന്നേക്കാണ് കേസ്. നമുക്കിനി വീട്ടിലേക്ക് ചെല്ലാം. നമ്മുടെ കാറ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റി. നമുക്ക് വീട്
എന്തൊരു സന്തോഷം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള പാർട്ട് 2 നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നമുക്കെന്തായാലും വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. ഓ, നമ്മുടെ ഓട്ടോമാറ്റിക് ഗേറ്റൊക്കെ കൊള്ളാലേ. നമ്മുടെ പഴയ വീട്ടിൽ ഗേറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. ഓ, നമ്മുടെ വണ്ടികൾ ദേ കിടക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഹൈ ലെവൽ വണ്ടികളായിരിക്കും കിട്ടാൻ പോകുന്നത്. അടുത്ത ലെവലിലേക്ക് പോകാനുള്ള വീഡിയോ നമ്മൾ അടുത്ത ചാപ്റ്റർ 2ലേക്ക് കിടക്കുന്നതായിരിക്കും. നമ്മുടെ പാർട്ട് 2ന് വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നോ. നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.